ഹലോ അർമിസേ, എൻ്റെ പേരാണ് സാറ. ഞാൻ ഓർഫനാണ്. എന്നെ വളർത്തിയതൊക്കെ പള്ളിയിലെ സിസ്റ്ററാണ്. അവരാണ് എല്ലാതും. പിന്നെ ബാക്കിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ സ്റ്റോറി ഫുള്ളും കാണുക. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിക്കണം. അപ്പോൾ കുറച്ച് ദൂരം ആയതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. കോയ് ഫസ്റ്റ് ഇയർ ആണോ? അതെ, നീയോ? ഞാൻ ഫസ്റ്റ് ഇയർ ആണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. അതേതായാലും നന്നായി. കമ്പനിക്കാണ് നോക്കി നടക്കിയിരുന്നു. ഓ, കിട്ടിയല്ലോ, സമാധാനം. എന്റെ പേര് സാന. നിങ്ങളുടെ പേര്? ലിസ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ നിങ്ങളെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ടീച്ചറാണ്. അപ്പൊ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. നെക്സ്റ്റ് ഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ തരുന്ന പ്രോജക്റ്റും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ അടുത്താണോ വീട്? ഇല്ല, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ ഡെയിലി പോയി വരില്ല ചെയ്ത്. ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കണത്. എനിക്ക് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ടാ പഠിക്കണത്. നല്ല രസമുണ്ട്. എനിക്ക് ക്യാൻറ്റീൻ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ? ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തേക്ക് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 month ആയി. അപ്പൊ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് എക്സാം ആണ്. അപ്പൊ എല്ലാവരും നല്ല പഠിക്കുക. അപ്പൊ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതെ അതെ. എന്താ കൊച്ചേ, കണ്ണ് കാണുന്നില്ലേ? സോറി 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 സോറി. എന്താ പേര്? ഫസ്റ്റ് ഇയർ ആണോ പഠിക്കുന്നത്? എന്റെ പേര് സേറ. ഫസ്റ്റ് ഇയർ ആണ് ഏട്ടാ പഠിക്കുന്നത്. ഏട്ടൻ ഏതാ ഇയർ? ഞാൻ ഫൈനൽ ഇയറാ പഠിക്കുന്നത്. എന്നാ ശരി, കാണാം. അങ്ങനെ പോകെ പോകെ സാറയും റോഷനും കമ്പനിയായി. റോഷന്റെ പേര് കഥയിൽ പറയാം. ജേക്കബിന്റെ പേരാണ് റോഷൻ. അങ്ങനെ അവനെ അവളോട് തുറന്നു പറഞ്ഞു ഇഷ്ടമാണെന്നൊക്കെ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കഥയിൽ കാണും. സേറ, ഒന്നിങ്ങോട്ടൊന്ന് വരുമോ? എന്താ ഏട്ടാ? എന്താന്ന് വെച്ചാല് എനിക്ക് നിന്നെ കണ്ടപ്പോ മുതലൊരു ഇഷ്ടം തോന്നി. അപ്പോ ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏട്ടാ, ഒന്നും തോന്നരുത്. എനിക്ക് നിങ്ങളോട് ഒരു ഫീലിങ്സോ ഒന്നുമില്ല. നീ ഒന്ന് ആലോചിക്ക്, എന്നിട്ട് എന്നോട് റിപ്ലൈ തന്നാ മതി. ഒരാഴ്ച നിനക്ക് ഞാൻ ടൈം തരാം. പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, ഏട്ടന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും ഇന്നെ പോലുള്ള കുട്ടികളെ പറ്റണമെന്നില്ല. എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒറ്റക്കാണ് വളർന്നത്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല. അവർ ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ ഞാൻ വളർന്നതൊക്കെ പള്ളിയുടെ സിസ്റ്ററാണ് എന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയത്. അപ്പൊ എല്ലാവർക്കും എന്നെ പോലുള്ള കൊച്ചിനെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളൊക്കെ നല്ല റിച്ച് ഉള്ള ടീംസ് അല്ല.
നിനക്കെന്താ കുഴപ്പം? നിന്റെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് അനാഥാലയത്തിൽ വളർന്നതോ? അന്തസ്സായിട്ട് തന്നെയല്ലേ വളർന്നിരുന്നത്, ഫാമിലി ഇല്ലാന്ന് വെച്ചിട്ട്. നീ ഒരിക്കലും എന്നോട് എസ് എന്ന് പറഞ്ഞ് അതിനെ നീ ഒരിക്കലും കരയില്ല. നിന്നെ കരയാൻ ഞാൻ സമ്മതിക്കും ചെയ്യില്ല. നീ ഒന്ന് മനസ്സിലാക്കി എന്റെ ഇഷ്ടം. ஏதோ ஏதோ மாதிரி ஒரே என்ன வழியிலையா ஏதோ ஏதோ மாதிரி ஒரே என்ன முடியலையா கனவுல இவதா ஜில்லுன்னு பட்டா காதல இவதா சொல்லுன்னு சுட்டா கனவுல இவதா ஜில்லுன்னு பட்டா காதல இவதா சொல்லுன்னு சுட்டா തീക്കുരുവിയ തീങ്കനിന തീക്കൈകളിൽ തീഞ്ചുവയന തീപ്പൊഴുതിൽ തീണ്ടുകീരായി തന്തിരനെ തീക്കുരുവിയ തീങ്കനിന തീക്കൈകളിൽ തീഞ്ചുവയന തീപ്പൊഴുതിൽ തീണ്ടുകീരായി തന്തിരനെ പൂമന്ദിര തേൻ തോണ്ടുകീരായി തീനൈ ദീന ദീന തേടുകീരായി തന്തിരാ തീക്കുരുവിയ തീങ്കനിന തീക്കൈകളിൽ തീഞ്ചുവയന തീപ്പൊഴുതിൽ നന്ദിതാ പൂമന്ദിര തീ തൂണ്ടുകിരായി തീനൈ തീനദിനിൽ കേടുകിരായി നന്ദിതാ പിന്നെ അവര് സെറ്റായി നല്ല സന്തോഷത്തിലൂടെ 1 വീക്ക് കഴിഞ്ഞു, 2 മന്ത് കഴിഞ്ഞു, അങ്ങനെ 1 ഇയർ ആയി. നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. പിന്നെ നീ വീടും സ്റ്റാറ്റസ് ഒക്കെ എന്താണ്? നല്ല കാഷ്വാലിറ്റി ഇന്നത്തെ കൊച്ചാണോ? അച്ഛാ, അവൾക്ക് വീടെന്ന് പറയാന് വീടില്ല, അച്ഛനുണ്ട്, അമ്മയില്ല, ആരില്ല. അവള് വളർന്നതൊക്കെ പള്ളിയിലെ മഠത്തിൽ ചേർത്തിട്ടാണ്. എന്തൊക്കെയാണ് നീ ആ കാര്യം എന്നോട് പറയുന്നത്? ഒരിക്കലും നിന്റെ ആഗ്രഹം ഞാൻ നടത്തിയിട്ടില്ല. ഇത്രയും കാലം നോക്കിയതും വളർന്നതൊക്കെ എന്റെ ശരീരമാണ്. നീ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. എന്താ അച്ഛാ അവൾക്കൊരു കുഴപ്പം? നീ അവളെ കിട്ടുന്നുള്ള മനസ്സിൽ വിചാരിക്കാൻ നിൽക്കണ്ട. അഥവാ നീ അവളെ കിട്ടിയാൽ തന്നെ അവളെ ഞാൻ കൊല്ലും. എന്താണ് നീ ഇതോടെ എന്താണ് പ്രണയം വേണ്ട നിനക്ക്? അവളെ നീ മറന്നേക്ക്. അച്ഛാ, ഞാൻ ഒക്കെ നിർത്തിക്കോളാം. അങ്ങനെ 1 വീക്ക് ആയിട്ടും ആദ്യം സാറിന്റെ കോളോ മെസ്സേജോ ഒന്നും കാണുന്നില്ല. സാറ് കുറെ വിളിച്ചു, പക്ഷെ അവൻ എടുക്കുന്നില്ല. അവൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ പിറ്റേ ദിവസം അതെങ്ങനെ കണ്ടു. 1 വീക്ക് എവിടെയായിരുന്നേ? എത്ര തവണ ഞാൻ കോളാക്കി, എന്തെടുക്കാൻ ഇത് മനുഷ്യന്മാര് ടെൻഷൻ അടിച്ചിട്ട്. സാറാ, നീ ഒന്നും വിചാരിക്കരുത്. നമുക്ക് ഈ ബന്ധം ഇതോടെ നിർത്താം. എനിക്ക് നിന്നെ വേണ്ട. നീ എന്നായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയല്ലേ പറഞ്ഞത് ജീവിതകാലം ഫുള്ളും എന്നെ നോക്കാം, ഒരിക്കലും വഞ്ചിക്കൂല എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? ഇപ്പൊ എന്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ. ഒരു എന്താന്ന് പറ, എനിക്ക് വേണ്ടത് റീസൺ പറയും. അത് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് എനിക്ക് ഇപ്പൊ നിന്നെ വേണ്ട. ഒക്കെ മറക്കാം. ഗുഡ് ബൈ. എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റാണ് എന്നോട് ഞാൻ ചെയ്തത്? ചെറുപ്പത്തിൽ തന്നെ എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു പോയി. പിന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നീ ആയിട്ട് ഒരാളെ എന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അന്ന് സ്നേഹിച്ചിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം നീ ആ ഒരു വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യിക്കാം? എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഈശോ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഏതു നോവിലും മനസ്സിനിലകൾ ഒലിയുകില്ല നീ
മധുര നിമികൾ നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്നു തോന്നും ഈ ദിനങ്ങൾ. ജൂണെ ഈ റെഡ് ലിപ്സ്റ്റിക് ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചില പ്രണയങ്ങൾ ഇങ്ങനെയാണ്. എക്സ്പെക്ടേഷൻ പാടില്ല. നമ്മൾ അടുക്കും തോറും നമ്മളെ വിട്ട് അതാകിലും ഒന്നിനും അധികമായി ആഗ്രഹിക്കാൻ പാടില്ല. അത് നമ്മളെ വിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയില്ല. മനുഷ്യന്മാരാണ്, മാറും മറക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിടാൻ പഠിക്കാം. ബാക്കി നമുക്ക് കഥയുടെ കാണാം. കാര്യമില്ലടാ, നീ കരയാതെ ഒക്കെ മറക്കൂ. അവനിക്ക് നിന്നെ വേണ്ടെങ്കിൽ നീ എന്തിനാണ് അവരെ കുറച്ച് കരയേണ്ട ആവശ്യം എന്തിനാണ്? നീ പഠിക്കാൻ നോക്ക്. നിനക്കറിയാം നിന്റെ സിറ്റുവേഷൻ എന്താണെന്ന്. പഠിച്ച് നല്ല ജോബ് കിട്ടി എന്താണ് കാണിച്ചു കൊടുക്കും. നമ്മളെ ഇട്ടു പോയ ആൾക്കാരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും. നിനക്ക് നല്ല ചെക്കൻ ദൈവം തരും. നല്ലതാണ് അവൻ പോയത്. പിന്നെ അവൻ ഹാപ്പി ആണല്ലോ, നിനക്ക് ഹാപ്പി ആയാലും കരയല്ലേ. നീ വരുമ്പോ ഞങ്ങൾക്കാണ് വിഷമം. ഓക്കെ ആവണം. അങ്ങനെ മാസങ്ങൾ പോകും. അങ്ങനെ നമ്മളെ സാറ കുറച്ച് ഫുഡാണ് പഴയ രീതിയിൽ വരാണ്. സാറ ഈസ ഇതാണ് എൻ്റെ ഏട്ടൻ ജിയോ. എന്നെ കേട്ടോ? ഹലോ, അവള് പറഞ്ഞിട്ടുണ്ട് ലിസ സാറ അല്ലേ? എന്നാ ശരിയടാ, എന്നാ ഞാൻ പോയി. என்று நான் இல்லையே, விதையில்லாமல் வேறில்லையே, நிதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கனா கூட சுகமல்ல. ബെല്ല, അമ്മ, അച്ഛ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ വൈക്കുന്ന കണ്ടിരുന്ന് റോഡിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോ ഒരു മുത്തശ്ശിനെ ഹെൽപ്പ് ആക്കിയപ്പോ എനിക്കൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. പിന്നെ ഞാൻ കുറെ വട്ടം അവളെ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അവളെ കോളേജ് ചെയ്താന്നോ സംസാരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ഇന്ന് പോയപ്പോ നമ്മളെ ബെല്ലന്റെ ക്ലാസ്സിലത്തെ കൊച്ചാണ് സാറാന്ന്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി. നീ ഒന്ന് പറഞ്ഞ് ഒന്ന് സെറ്റ് ആക്കുമോ ബെല്ല? സന്തോഷം. അതുകൊണ്ട് നിൽക്കാനില്ല. അവളാണെങ്കിൽ ഏറ്റവും നല്ല മേച്ചാണ്. എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ആലോചിച്ചാൽ നിൽക്കാം. പക്ഷെ ഏട്ടനുള്ള പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയെങ്കിലും മോനിക്ക് നല്ല ബുദ്ധി തോന്നുന്നില്ല. ഞാൻ കൊച്ചിനെ നല്ല കൊച്ചാണ്. എനിക്ക് ഇഷ്ടമാണ് സാറിനെ. ആരില്ലെങ്കിൽ എന്താ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളൂ. നമ്മുടെ ജിയോന്റെ ഫാമിലിനെ വെച്ചാല് നല്ല അത്യാവശ്യത്തിനുള്ള റിച്ച് ഫാമിലിയാണ്. പക്ഷെ റിച്ചിനും ചേച്ചി അവർക്ക് ഭയങ്കര കാര്യങ്ങളൊന്നുമില്ല. എനിക്കങ്ങനെ അറിയുന്ന ഒരു അമ്മ, അച്ഛൻ ബിസിനസ്മാനാണ്. ജിയോണും ബിസിനസ്മാനാണ്. ജിയോൺ കമ്പനിയിലെ ജിയോ ആണ്. അപ്പൊ ബലന് നിങ്ങൾക്കറിയില്ലേ, അമ്മന്റെ പേരാണ് മറിയ, അപ്പന്റെ പേര് അബ്രഹാം. സാറ, എനിക്ക് നിന്നോടെ ഒരു കാര്യം പറയാനുണ്ട്. നീ സമ്മതിക്കണം ആ കാര്യത്തിൽ.
നീ കാര്യം പറ, എന്താണ് പറ. ഇങ്ങനെ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഏട്ടൻ്റെ നിന്നെ ആലോചിച്ചാലോ എന്ന്. നീ പോടാ, തമാശ കളിക്കല്ലേ. എടാ സീരിയസ് ആയിട്ട് പറയണേ, എനിക്ക് എന്തിനാ തമാശ കളിക്കേണ്ട ആവശ്യം എന്താ? എടാ അതൊന്നും നടക്കൂല. എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയണതല്ലേ, ആർക്കും പറ്റൂല എന്നെ. പക്ഷെ ശരിയാണ്, ചെറുപ്പത്തിൽ അച്ഛനും അമ്മ ഉപേക്ഷിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് എന്താണ് കുഴപ്പം? അതിന് നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അത് പറഞ്ഞു. എന്റെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമാണ്, എത്ര പറയാനുള്ളൂ. എന്നാൽ ഒരിക്കലും എന്റെ ഏട്ടനായാലും ആരായാലും തെരഞ്ഞെടുപ്പിക്കില്ല. എന്റെ അമ്മക്കോ അച്ഛനൊക്കെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തം മക്കളെ പോലെ തന്നെ നോക്കേണ്ടത്. പിന്നെ എന്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിഗ്രേറ്റ് ചെയ്യില്ല. അയാളെ കിട്ടിപ്പോയെന്ന് ഇങ്ങനെയായി ഒരിക്കലും പറ്റൂല. അങ്ങനെ നീ ഒരിക്കലും ചെയ്യില്ല. നീ ചെയ്തൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും, നിന്റെ ഉറപ്പാണ്. പിന്നെ എന്റെ ഏറ്റവും അനുഗ്രഹമാണ്. നീ എന്റെ വീട്ടിൽ വരുമ്പോ എനിക്ക് അതിലേറെ സന്തോഷമില്ല. നീ എന്റെ മനസ്സിലാക്കാത്തത്. ഞാൻ ഈ ബെല്ല പറഞ്ഞതിന് യോജിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് എനിക്കെന്ത് കുഴപ്പമെന്താ? സന്തോഷമുള്ളൂ, സമ്മതിച്ചാണ്, നല്ലതിനാണ്, ഒക്കെ നല്ലതിനാണ്. മധുരെ, ഞാൻ ഇപ്പം എന്തിനാ വന്നതെന്ന് വെച്ചാല് സാറിന് എൻ്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കും, പൊന്നുപോലെ നോക്കും. എന്താ ഞങ്ങളെ കാരണം ഒരിക്കലും സാറെ ബുദ്ധിമുട്ടിയോ കരയോ ഒന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങളെ കൊച്ചായിട്ട് തരുമോ കെട്ടിക്കാൻ? എൻ്റെ കർത്താവേ, നിങ്ങൾ എന്ത് നല്ല വാർത്തയെന്ന് പറയണത്. നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്തുനിന്ന് പുണ്യം കിട്ടുള്ളൂ. സാറിനെ കെട്ടിച്ചിടാലോ. എനിക്ക് നിങ്ങളെ കുറിച്ചൊക്കെ അറിയാം. നിങ്ങൾ നല്ല ആൾക്കാരാണ്. ദൈവത്തിന് അനുഗ്രഹം ചെയ്യുന്നുണ്ടാവട്ടെ. എനിക്കറിയാം നമ്മളെ അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ നിനക്ക് കുറച്ച് ടൈം പിടിക്കും ഒക്കെ സെറ്റ് ആവാനും എന്നെ മനസ്സിലാക്കാനും ഒക്കെ. നിന്റെ സമ്മതമില്ല ഒരിക്കലും ഞാൻ നിന്നത് പോലെ. പിന്നെ നീ പേടിക്കണ്ട, നിന്റെ പാസ്റ്റൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ കാരണം നീ ഒരിക്കലും കരയൂല, അതെനിക്ക് ഉറപ്പതേ. പിന്നെ നീ അവിടെ കിടന്നു, ഞാന് എന്താണ് സോഫയിൽ കിടന്നുണ്ട്. സോഫയിലൊന്നും കിടക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അടുത്ത് കിടന്നു പോയി. പിന്നെ ഒരു കാര്യം, നീ എന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഓപ്പൺ ആയിട്ട് എന്നോട് സംസാരിക്കുക. അത് ഇതുവരെ നമ്മൾ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് നിൽക്കുക. നിനക്ക് എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടണത് അതുവരെ ഞാൻ വെയിറ്റ് ഉണ്ട്.
മാരേജിന് ശേഷം നമ്മളെ സാറൊക്കെ സ്വന്തം വീട്ടുകാരെ കിട്ടി. ഹസ്ബൻഡിനെ കിട്ടാനായാൽ പോലും സ്വന്തം വീട്ടുകാരെ തന്നെ. അവളെ സന്തോഷം എന്താന്ന് പറയുന്നത് അച്ഛന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഹസ്ബൻഡിനെ കെയറിങ്ങും അങ്ങനെയൊക്കെ. അങ്ങനെ എന്താണ് വീക്കല്ല സാറൊക്കെ നമ്മളെ ജിയോനോട് ഇഷ്ടങ്ങളൊക്കെ തോന്നി തുടങ്ങി. ഇങ്ങനെ അത് ചെയ്യും. ബാക്കി എന്നെ കഥയിലൂടെ കാണും. എന്താ പറ്റി? എന്തേ തീരെ വയ്യേ? അത് പീരിയഡ്സ് ആയത് അത് നല്ല വയറുവേദന. ഹോസ്പിറ്റലിലേക്ക് പോണം, നല്ല പെയിനുണ്ടാ. വാ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് കിടന്നാൽ മതി, മാറിക്കോളും. ഇതാരാ ചെന്നിമോളാ? ഇപ്പോഴാണോ വന്നത്? അതെ അതെ, ജോണിന്റെ മാരേജിന് വന്നിട്ടില്ലല്ലോ. എന്താന്ന് വെച്ചാല് ലീവ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വരില്ല മാരേജ് കൂടാണ്. ജോണോടെ ബെല്ലോടെ ഇതാണോ ജോണിന്റെ വൈഫ്? ജിയോ എടാ മച്ചാ, മിസ്സിയടാ. ഇതാരാ ചെന്നിത്തള്ളേ? മിസ് ചൂടാ. നമ്മളാരും ചെറുക്കനെ കെട്ടിപ്പിടിക്കാനേ ഇതല്ല. നമ്മളാരാ? അതില്ലേ എന്താണ് അച്ഛന്റെ എന്താണ് സിസ്റ്ററെ മോളാണ്. പിന്നെയാണെങ്കിൽ അവൾക്ക് ഇച്ചായനോട് ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. എന്തേലും കുഴപ്പമുണ്ടോ? എന്താണ് മുഖത്തിനൊരു ക്ഷീണം? ഒന്നുമില്ല. മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് കൊണ്ടേക്ക് ഇതാണ് കൈപ്പിടി മണ്ണിലും ജോൺ വാ, എന്നോട് കുറേ കാര്യങ്ങൾ പറയാണ്ട്. കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആ, ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഓഫീസിൽ പോകും. വിളിച്ചിട്ടുണ്ടെങ്കിൽ പോരെ, നമുക്ക് ഓഫീസിൽ പോകാം. എന്ത് പറ്റി? സാറിന്റെ മുഖത്തൊരു മ്ലാനത. ഒന്നുമില്ല. നമ്മൾ എന്താന്ന് വെച്ചാല് ചെന്നി വന്നിരുന്നു. ചെന്ന് വെച്ചാല് കസിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ജലശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്താണ് ജോണിക്ക് ചെന്നിക്ക് ജിയോന്റെ ക്രഷ് ഉണ്ടായിരുന്നു. അത് കേട്ട മുതലേ മുഖത്ത് ഇങ്ങനെ ഭയങ്കര ജലസംസ്കൃതം തോന്നുന്നു. ഇത് നല്ലത്. എങ്ങനെയെങ്കിലും അവൾക്ക് ജിയോനോട് ഇഷ്ടം തുറന്നു പറയില്ല. ജിമി, നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയോ? എന്താണ് ഫുൾ റിപ്പോർട്ടൊക്കെ കറക്റ്റ് അല്ലേ? ആടാ ഒക്കെ സെറ്റാണ്. നമുക്ക് എന്താണ് പ്രൊജക്റ്റും ഒക്കെ റെഡി ആയി. നമുക്ക് എന്തായാലും അത് കിട്ടുന്ന ഉറപ്പാണ്. സാറാ, നീ അവിടെ നിൽക്ക്. എന്താണ് എന്റെ പ്രശ്നം? 2 ദിവസമായില്ല നീ എന്നോട് സംസാരിച്ചിട്ട്. ഒന്നുമില്ല. കാര്യമില്ലാത്തോണ്ടാണോ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാത്തത്? എന്താ പ്രശ്നം എന്ന് പറ. ജിന്നില്ലേ, അപ്പൊ ഞാൻ മുണ്ടിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അവളെ ബ്രദറല്ലേ, അതിനിപ്പോ എന്താ? നിങ്ങൾക്ക് ചിലപ്പോ അവളെ സിസ്റ്ററെ പോലെ തന്നെ ആവും.
ബട്ട് അവൾക്ക് നിങ്ങളോട് അങ്ങനെ അല്ലെങ്കിലോ? അവൾക്ക് എന്നോട് അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അവളെ നല്ലൊരു ബ്രദറാണ് ഞാൻ. അവൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട്. എടാ, അവളെ കല്യാണം കഴിഞ്ഞിരിക്കണേ, പിന്നെ എങ്ങനെ അവൾക്ക് എന്നോട് കൃഷി ഉണ്ടാവില്ലേ? ഞാനില്ലേ അവളെ ബ്രദറാണ്. പിന്നെ അവളെ ചെറുക്കന് കാനഡയിലാണ്. അതൊന്നും നിനക്കറിയില്ലോ? ഏത് സിസ്റ്റർ ആണെങ്കിലും ഹഗ് ചെയ്യാൻ നിൽക്കണ്ട. നിനക്ക് തൊടാനും ഹഗ് ചെയ്യാനും ഞാനില്ലേ, പിന്നെന്തിനാണ് അവളെ? എന്ത് സത്യാണോ പറയണേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഐ ലവ് യു. ये हंसी वादियाँ ये खुला आसमां आ गए हम कहाँ. റെസ്റ്റ് എടുക്കട്ടാ, എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അർജന്റായിട്ട് പോവാണ്ട്. അപ്പോ റെസ്റ്റ് എടുത്തോണ്ടി. അങ്ങനെ മനസ്സിനെ കടന്നുപോയി. അപ്പോ നമ്മളെ ബെല്ലിൻ്റെതും ജിമ്മിൻ്റെതും എൻഗേജ്മെന്റ് ആണ്. അവർ ചെറുപ്പം മുതലേ പ്രണയത്തിലാണ്. അപ്പോൾ അവർ എൻഗേജ്മെന്റ് ആണ് ഇന്ന്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി കഥയിലൂടെ കാണാം. ஏதோ ஏதோ மாதிரி போதே என்ன வழியில்லையா ஏதோ ஏதோ மாதிரி போலே என்ன முடியலையா கனவுல இவதா ஜில்லுன்னு பட்டா காதல இவதா சுள்ளுன்னு சுட்டா கனவுல இவதா ஜில்லுன்னு பட்டா காதல இவதா சுள்ளுன்னு சுட்டா തീക്കുരുവിയ തീങ്കനിലെ തീക്കൈകളിൽ തീഞ്ചുവയന തീപ്പൊഴുതിൽ തീണ്ടുകിരായി തന്തിരനെ. തീക്കുരുവിയ തീങ്കനിലെ തീക്കൈകളിൽ തീഞ്ചുവയന തീപ്പൊഴുതിൽ തീണ്ടുകിരായി തന്തിരനെ. പൂമന്ദിര തേൻ തോണ്ടുകിരായി തീനൈ തീന ദിന തേടുകിരായി തന്തിരാ. തീക്കുരുവിയ തീങ്കനിലെ തീക്കൈകളിൽ തീഞ്ചുവയന തീപ്പൊഴുതിൽ നന്ദിതാ പൂമന്ദിര തീ തൂണ്ടുകിരായി തീനൈ തീനദിനിൽ കേടുകിരായി നന്ദിതാ. എൻഗേജ്മെന്റിന്റെ പ്രോഗ്രാമിന്റെ ടൈമിലാണ് നമ്മളെ സാറ തലറിഞ്ഞു വീണു. അപ്പൊ അവരെല്ലാരും പാടെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സാറിന്റെ ഹസ്ബൻഡ് ആരാ? എന്താ ഡോക്ടറെ സാറൊക്കെ പറ്റി? ടെൻഷൻ നിൽക്കല്ലേ. ഹാപ്പി ന്യൂസ് ആണ്. സാറ പ്രഗ്നന്റ് 2 വീക്ക് ആയിട്ടുള്ളൂ. നല്ല റെസ്റ്റ് എടുക്കാം, ഫുഡൊക്കെ കൃത്യമായിട്ട് കൊടുക്കാം. പിന്നെ എല്ലാം അയ്യോ 10 അതൊക്കെ അന്നെക്കൊണ്ട് താങ്ങും. നിങ്ങൾ കളിയാക്കുന്നു. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അത് വരാം. അയ്യേ, അങ്ങനൊന്നും പറയരുത്. പറ്റായൊന്നുമില്ല. 10 വേണമെങ്കിൽ 10, വലിയത് വേണമെങ്കിൽ 20 ഒക്കെ സെറ്റാക്കാം. ഫസ്റ്റ് നോക്കുന്നു അന്ന് ഭൂമിക്ക് ഒന്ന് വരട്ടെ. பேசவே நேற்று தேவையில்லை, நாளை தேவையில்லை, இன்று இந்த நொடி போ